നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ ബി.ജെ.പിക്കുള്ളിൽ അവ്യക്തത. സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി ചേർന്ന കോർ കമ്മിറ്റി യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. എസ് ശ്രീകാന്തുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ. ശ്രീകാന്ത്, വാർത്താക്കുറിപ്പിൽ ഒരു കാര്യവുമില്ലാത്തൊരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് ബി.ജെ.പിയിൽ, ശ്രീകാന്ത്? ആ വാർത്താക്കുറിപ്പ് തന്നെ ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് അവ്യക്തതയുണ്ട് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് തൽക്കാലം ബി.ജെ.പി ആഗ്രഹിക്കുന്നില്ല, എൻ.ഡി.എ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് അധ്യക്ഷന്റെ വാർത്താക്കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതുണ്ടോ, ഈ പണവും കൂടുതൽ നേതാക്കളുടെ സമയവും ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി നിലമ്പൂരിലേക്ക് മാറ്റിവെക്കുന്നതിന് പകരം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള അഭിപ്രായമാണ് ഉയർന്നു വന്നത്. അത് തീരുമാനമാകാത്തതിനെ തുടർന്ന് സംസ്ഥാന അധ്യക്ഷനെയും ജില്ലാ നേതൃത്വത്തെയും തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ചുമതല ഏൽപ്പിച്ച് കോർ കമ്മിറ്റി യോഗം പിരിയുകയാണ് ഉണ്ടായത്. മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല എന്നും എൻ.ഡി.എ ബി.ജെ.പി നേതാക്കൾ കൂടി ആലോചിച്ചൊരു തീരുമാനം അധികം വൈകാതെ ഉണ്ടാകും എന്നും ഇപ്പോൾ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുന്നു. ശരി, എസ് ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ബി.ജെ.പി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്.